വെൽക്കം ബാക്ക്. ഞാൻ ആൻവി. ഇന്ന് കുറച്ച് ജേണൽ സപ്ലൈസ് അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ആൽഫബറ്റ് ക്ലിയർ സ്റ്റാമ്പ് സെറ്റ് ആണ്. 345 റുപ്പീസിന് ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ടോട്ടൽ 90 പീസസ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് 2 ഡിഫറെൻറ്റ് ഫോൺസിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്മോൾ ലെറ്റേഴ്സും 2 ഡിഫറെൻറ്റ് ഫോൺസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 0 മുതൽ 9 വരെ വരുന്ന നമ്പേഴ്സ് ആണ്. ടൈറ്റിൽസ് ഒക്കെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതാൻ പൊതുവേ നല്ല മടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഇത് എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എന്നെപ്പോലെ മടിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ടോട്ടൽ 4 വ്യത്യസ്ത ഫോണ്ടുകളുള്ള ആൽഫബറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സ്റ്റാമ്പിനെ കൂടുതൽ യൂസ്ഫുൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആൽഫബറ്റ് ക്ലിയർ സ്റ്റാമ്പ് സെറ്റിന്റെ ഡീറ്റെയിൽസ്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ബ്രസ്റ്റോടെ ഈ ഒരു ഫൈൻ ലൈനർ പെൻ സെറ്റ് ആണ്. 0.05 മുതൽ 0.8 mm വരെ പോയിന്റ് ടൈപ്പ് വരുന്ന 6 ബ്ലാക്ക് ഫൈൻ ലൈനർ പെൻസ് ആണ് ഈ ഒരു പാക്കിൽ വരുന്നത്. ഡോഡ്ലിങ്ങിനും മണ്ഡല ആർട്ടിനും അതുപോലെ ജേർണലിങ്ങിനും ഒക്കെ ഒരു ബെസ്റ്റ് ഫിറ്റ് ആണ് ഈ ഒരു ഫൈൻ ലൈനർ പെൻ സെറ്റ്. 417 റുപ്പീസിന് ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റ് ഒരു സ്റ്റാമ്പ് പാഡ് സെറ്റ് ആണ്. ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കളറുകളിലാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ആമസോണിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം എനിക്ക് ചെറിയൊരു അബദ്ധം സംഭവിച്ചിരുന്നു. 7 സ്റ്റാമ്പ് പാഡ്സിന്റെ ഒരു ഇമേജ് ആയിരുന്നു ഇവർ കൊടുത്തിരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ 3 സ്റ്റാമ്പ് പാഡ്സ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിരിക്കുക എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് ഇനിഷ്യലി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഇമേജ് മനസ്സിൽ വെച്ചിട്ട് എനിക്ക് 7 സ്റ്റാമ്പ് പാഡ്സ് കിട്ടും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ. പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ ശേഷം മാത്രമാണ് ഞാൻ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ പോയി ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുമ്പോഴാണ് ഈ 3 സ്റ്റാമ്പ് പാഡ്സ് ഇൻക്ലൂഡഡ് എന്നുള്ളത് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സ്റ്റാമ്പ് പാഡ്സിന്റെ കളേഴ്സ് ഇവർ റാൻഡംലി പിക്ക് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി വേണ്ടിയിരുന്നത് ബ്ലാക്ക് ഇങ്ക് പാഡ് ആയിരുന്നു. അതെനിക്ക് കിട്ടിയുമില്ല. 299 റുപ്പീസ് ആണ് ഈ ഒരു സ്റ്റാമ്പ് പാഡ് സെറ്റിന്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്രൊഡക്റ്റ് ഒരു സ്റ്റാമ്പിംഗ് ബ്ലോക്ക് ആണ്. സ്റ്റാമ്പിംഗ് ബ്ലോക്ക്, അക്രൈലിക് ബ്ലോക്ക് എന്നൊക്കെ പറയും. 4 പീസസ് വരുന്ന ഈ ഒരു സെറ്റ് 299 റുപ്പീസിന് ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ക്ലിയർ സ്റ്റാമ്പ്സ് പ്ലേസ് ചെയ്യാനും അത് സ്റ്റാമ്പ് ചെയ്തെടുക്കാനുമാണ് ഈ അക്രൈലിക് ബ്ലോക്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 4 പീസസും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 4 വ്യത്യസ്ത സൈസുകളിലുള്ളതാണ് ഈ അക്രൈലിക് ബ്ലോക്സ്. അപ്പോൾ ഞാൻ ആ സൈസ് ഡയമെൻഷൻസ് സ്ക്രീനിൽ കൊടുക്കാം. അടുത്ത പ്രൊഡക്റ്റ് വൈറ്റ് ബാൺ എന്ന ബ്രാൻഡിന്റെ ഈ ഒരു സെന്റഡ് ക്യാൻഡിൽ ആണ്. വൈറ്റ് ബാൺ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാൻഡിൽസ് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഈ ഒരു ക്യാൻഡിലിനും ഏകദേശം 1500 ആ ഒരു റേഞ്ച് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ച് ഡിമാൻഡ് ചെയ്യുന്നതാണ് ഇവരുടെ പ്രൊഡക്ട്സ്. കാരണം അത്രയും ക്വാളിറ്റിയുള്ള ക്യാൻഡിൽസ് ആണ് ഇവർ സെല്ല് ചെയ്യുന്നത്. ഇതൊരു സിനമൺ ആൻഡ് വാനില സെന്റഡ് ക്യാൻഡിൽ ആണ്. ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്മെല്ല്, ഈവൻ ക്യാൻഡിൽ തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു സെന്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. സെന്റഡ് ക്യാൻഡിൽസ് ടേബിളിലൊക്കെ വെക്കുന്നത് നമ്മുടെ ഓവറോൾ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു പ്ലസന്റ് ഹാപ്പി മൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ അത് സഹായിക്കും.
അപ്പോൾ ഇത്രയുമാണ് ഈ സെൻറ്റഡ് ക്യാൻഡിലിൻ്റെ ഡീറ്റെയിൽസ്. അടുത്ത പ്രൊഡക്റ്റ് ഫേബർ കാസ്റ്റലിൻ്റെ ഈ ഒരു ഹൈലൈറ്റർ സെറ്റാണ്. ഈ ഒരു പാക്കിൽ 4 കളേഴ്സാണ് വന്നിട്ടുള്ളത്. 4 കളേഴ്സും ഞാനൊന്ന് പേപ്പറിൽ വരച്ച് കാണിക്കാം. ഈ ഹൈലൈറ്റർ സെറ്റ് ഞാൻ വാങ്ങിച്ചതല്ല, എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഫേബർ കാസ്റ്റലിൻ്റെ ഹൈലൈറ്റേഴ്സിന് എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ള ഒരു കുഴപ്പം, നമ്മൾ ഒരു പേജിൽ എന്തെങ്കിലും ഒരു വേർഡോ സെൻറ്റൻസോ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജിൻ്റെ മറുവശത്തേക്കും കളേഴ്സ് സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തിക്നെസ് കുറഞ്ഞ പേജസിലൊന്നും ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് അത്ര ബെറ്റർ ഡിസിഷൻ ആയിരിക്കില്ല. ഇതൊരു സ്റ്റാപ്പിൾ റിമൂവർ ആണ്. ഒരു ജേർണലിംഗ് സപ്ലൈ ആയിട്ട് ഇതിനെ കൂട്ടാൻ സാധിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇത് കൂടെ ആഡ് ചെയ്തതാണ്. സ്റ്റാപ്പിൾസ് ഒക്കെ പേപ്പേഴ്സിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അടുത്ത പ്രൊഡക്റ്റ് A6 സൈസ് വരുന്ന ഈ ഒരു പോക്കറ്റ് ജേണലാണ്. സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് 110 റുപ്പീസിനായിരുന്നു ഈ ഒരു നോട്ട്ബുക്ക് വാങ്ങിയത്. ഫ്ലോറൽ തീമാണ് ഈ ഒരു നോട്ട്ബുക്കിന് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഇലാസ്റ്റിക് ക്ലോഷറൊക്കെ വരുന്നുണ്ട്. പേപ്പേഴ്സ് റൂൾഡ് ആണ്. ഗ്രീൻ കളർ സാറ്റിൻ റിബൺ കൊണ്ട് ഒരു ബുക്ക് മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മിനി ജേണലിന്റെ ഡീറ്റെയിൽസ്. അടുത്ത പ്രൊഡക്റ്റ് വൈറ്റ് ജെൽ പെൻ സെറ്റ് ആണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലെവിൻ എന്ന ബ്രാൻഡിൻ്റെതാണ് ഈ ജെൽ പെൻ സെറ്റ്. 3 പെൻസ് ആണ് ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 176 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. 0.8 mm ആണ് പെന്നിന്റെ പോയിന്റ് സൈസ് വരുന്നത്. പെൻ യൂസ് ചെയ്ത് നോക്കിയപ്പം ബ്രൈറ്റ്നസ് കുറച്ച് കുറവുള്ളതുപോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ അതെന്ന് അറിയില്ല. കുറച്ച് തവണ ഒന്ന് പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഒരു കറക്റ്റ് അപ്ഡേറ്റ് പറയാൻ പറ്റുള്ളൂ. ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ബ്രൈറ്റ്നസ് ഇപ്പം ഉണ്ട്. പക്ഷേങ്കിൽ ഒരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നതിനായിട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിലാണ് നല്ലത്. അടുത്ത പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഉള്ളിൽ എന്താണുള്ളതെന്ന്. അടുത്ത പ്രൊഡക്റ്റ് ക്രിസ്മസ് തീമിൽ വരുന്ന ഈ ഒരു ക്ലിയർ സ്റ്റാമ്പ് സെറ്റ് ആണ്. ക്രാഫ്റ്റ് അഫെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെതാണ് ഈ ഒരു ക്ലിയർ സ്റ്റാമ്പ് സെറ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 279 രൂപയ്ക്കായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. ഒരു ചെറിയ താങ്ക് യു കാർഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി തീംസിലുള്ള ക്ലിയർ സ്റ്റാമ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ക്രാഫ്റ്റ് അഫെയർ. ക്ലിയർ സ്റ്റാമ്പ്സിലൊക്കെ ഡീറ്റെയിലിംഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ക്വാളിറ്റിയിലും ഏറ്റവും ബെസ്റ്റ് ആണ് ഇവരുടെ പ്രൊഡക്ട്സ്. 2 ലെയർ റാപ്പിംഗ് വന്നതുകൊണ്ട് പ്രൊഡക്റ്റിന് കാര്യമായി ഡിഫക്ട്സ് ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും കോർണേഴ്സ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു ക്ലിയർ സ്റ്റാമ്പ് സെറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് തുടർന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണുക. അടുത്ത പ്രൊഡക്റ്റും ഒന്ന് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് സ്റ്റാമ്പേർഡ് ഇങ്ക് ആണ്. ബ്ലാക്ക് കളർ 500 ml വരുന്ന ഒരു ബോട്ടിലാണിത്.
അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാമ്പ് പാഡിലെ ഇങ്ക് തീർന്നു കഴിയുമ്പം ഈ ഒരു ബോട്ടിൽ നിന്ന് അതിലേക്ക് ആവശ്യമായ ഇങ്ക് പോർ ചെയ്താൽ മതി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 242 രൂപയ്ക്കാണ് ഈ ഒരു ബോട്ടിൽ സ്റ്റാമ്പ് പാഡ് ഇങ്ക് വാങ്ങിയിരിക്കുന്നത്. ഒരു തവണ സ്റ്റാമ്പ് പാഡ് വാങ്ങിക്കുന്ന ഒരു പ്രൈസ് മാത്രമേ നമുക്ക് ഒരു ബോട്ടിൽ സ്റ്റാമ്പ് പാഡ് ഇങ്ക് വാങ്ങിക്കുന്നതിനാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സ്റ്റാമ്പ് പാഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാമ്പ് പാഡിൻ്റെ ഇങ്ക് വാങ്ങിക്കുന്നതാവും കൂടുതൽ ബെനിഫിറ്റ്. അടുത്ത പ്രൊഡക്റ്റും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉള്ളിൽ എന്താണെന്ന്. GSM വരുന്ന ബ്രൗൺ കാർഡ് സ്റ്റോക്ക് പേപ്പറാണിത്. മെയിൻലി ക്രാഫ്റ്റിങ്ങിനൊക്കെയാണ് ഈ കാർഡ് സ്റ്റോക്ക് പേപ്പർ ഉപയോഗിക്കുന്നത്. 10 പേപ്പേഴ്സ് വരുന്ന ഒരു സെറ്റായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് 11 പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാക്കിംഗ് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് കോർണേഴ്സൊക്കെ ഒന്ന് ബെൻഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 272 രൂപയായിരുന്നു 10 പേപ്പേഴ്സ് വരുന്ന ഈ ഒരു സെറ്റിൻ്റെ റേറ്റ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോകൾക്കായി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.